ഞങ്ങൾ തുണി ഊരി കാണിച്ചു കൊടുക്കണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞ ശേഷം ഒത്തിരി പേരുടെ മുന്നിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. വസ്ത്രം അഴിച്ച് കാണിച്ച് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് അവർക്ക് കാണിച്ചു എല്ലാം കാണണം, ജീവിതകഥ പറയണം. ഓരോ ക്യാബിനിലും ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഡോക്ടറിന്റെ അടുത്ത് ഒരു ഗൈനക്കിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട വരുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട വരും. നമ്മൾ 3 പേരും സർജറി ചെയ്തിട്ടുള്ള ഇവിടെ അല്ല, കേരളത്തിന് പുറത്താണ്, ഒരാൾ ഇന്ത്യക്ക് പുറത്തുമാണ്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് എവിടെ പോയിട്ട് നമ്മൾ വാങ്ങിയിട്ട് വരാനാണ്? അന്നാണെങ്കിൽ ഇങ്ങനത്തെ എന്നൊരു ക്ലർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ക്ലർക്കിന്റെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഓരോ ദിവസവും ഓരോരുത്തരോട് സിസ്റ്റത്തിനോട് ഫൈറ്റ് ചെയ്തിട്ട് അതിജീവിക്കുക എന്നുള്ളത്. സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കാനും സ്വാതന്ത്ര്യം അനുഭവിക്കാനും തുറിച്ചുനോട്ടമില്ലാത്ത ഒരു ജീവിതം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊതിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഭവം ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും കമ്മ്യൂണിറ്റിക്കകത്ത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവരുടെ വീടുകളിലും അവരുടെ ബാക്കിയുള്ള സ്പേസിലും ആണായിട്ടാവും ജീവിക്കുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ തിരിച്ചറിയാം? പക്ഷെ അങ്ങനെയുള്ള മനുഷ്യന്മാരെ ട്രാൻസ്ജെൻഡർ അല്ല. സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീമെയിൽ ആവുകയും പിന്നീട് സെക്സ് വർക്ക് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ആണായിട്ട് ജീവിക്കും. അതിൽ നിന്നുള്ള പൈസ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുക്കും. നമ്മൾ പറഞ്ഞത് അത് BJP മാത്രമേ ഞാൻ പറയുന്നില്ല. നമ്മൾ കോളേജ് സമയങ്ങളിലൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്ന സമയത്ത് എന്തെങ്കിലും അട്രോസിറ്റീസ് അവർ കാണിക്കുമ്പോൾ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പലരും മൂടി വെക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി കൊണ്ടൊക്കെ തന്നെയാണല്ലോ. അപ്പം നോട്ട് ഓൺലി BJP ഏതൊരു പാർട്ടിക്കകത്താണെങ്കിലും അവിടെ കൂറ് കാണിക്കുക എന്നുള്ളത് ഒരു ഗതികെട്ടൊരവസ്ഥയാകുമ്പോൾ അതിൽ നിന്ന് തിരിച്ച് നമ്മളെ ഒരു നിലപാടും ഒക്കെ നമ്മളെ നിലപാട് മാറ്റി വെച്ച് അതിൽ നിൽക്കുക എന്നുള്ളത് ഒന്നെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടാകാം, അല്ലെങ്കിൽ വളരെ ഗതികെട്ടൊരവസ്ഥയായിരിക്കും. അങ്ങനെ ഗതികെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ ഉണ്ടോ? എനിക്കറിയില്ല. അത്രയും ഗതികെട്ട പലരും പറയുന്നുണ്ട്, ഇത്ര ലക്ഷം രൂപ അവർക്ക് കൊടുത്തു, ഇത്ര ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. പക്ഷെ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സന്റെ ഒരു ഫെയിം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സന്റെ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഇത്രയും ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരെ പൈസ കൊടുത്ത് മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അജണ്ട ഇതാണെങ്കിലും അങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ട്രാൻസ് പേഴ്സൺ ഗതികെട്ട് ചിലപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യം ഏതൊരു മനുഷ്യനും ഉണ്ട്. ഓരോ ദിവസം തള്ളി നിൽക്കാൻ ബുദ്ധിമുട്ട് കിട്ടുന്ന ആൾക്കാരാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാർ. അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയി നിലപാടുകളെ മാറ്റി സ്വന്തം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എതിര് നിൽക്കുമോ എന്നുള്ളത്, കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ പാർട്ടിക്കകത്ത് ഇന്നൊരു പാർട്ടിക്കകത്ത് ഇപ്പം ഏതൊരു പാർട്ടിക്കകത്ത് പോയാലും ശരി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കാരണം ഇപ്പം നമ്മളെ ഇലക്ഷൻ വരികയാണ്. ഏതെങ്കിലും പാർട്ടിയിൽ ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആകെ ആം ആദ്മി പാർട്ടിയിലാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. അല്ലാണ്ട് UDF-ലോ LDF-ലോ BJP-ലോ ഒന്നും തന്നെ NDA-ലോ INC-ലോ ഒന്നും തന്നെ എവിടെയും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിനെ കാണാനോ അതിനെ വേണ്ടി വോട്ട് ചോദിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായി നിർത്തി മത്സരിപ്പിച്ച് വിജയം കണ്ടൊരു MLA ആക്കാനോ ആരും നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ പൈസ ഇറക്കി കുറച്ച് ട്രാൻസ്ജെൻഡറിനെ വിളിച്ച് ചേർക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം മേ ബി അവർ ഒരു കൺസിഡറേഷൻ ഒരു എന്താ പറയുക ഇക്വാലിറ്റിയുടെ ഭാഗമായിട്ട് ചേർത്ത് തന്നെ ആയിരിക്കും കേട്ടോ. അതിപ്പോൾ ഏതൊരു പാർട്ടി ആണെങ്കിലും, അത് LDF DTFK ആണെങ്കിലും ശരി, അതുപോലെ തന്നെ കേരള ട്രാൻസ്ജെൻഡർ പ്രദേശ് കോൺഗ്രസ് ആണെങ്കിലും ശരി, BJP-യിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള മെമ്പർഷിപ്പ് ആണെങ്കിലും ശരി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് കംപ്ലീറ്റ്ലി ഒരു ഇക്വാലിറ്റിയുടെ ഭാഗമായിട്ടും ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടും കൊടുത്തിട്ടുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള കമ്മ്യൂണിറ്റികളെ അറിയാത്ത കാര്യങ്ങളുടെ പേരിൽ അനാവശ്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യരുത് ഈ ഒരു കാര്യത്തിൽ. കാരണം ഓരോരുത്തർക്കും ഓരോരോ പൊളിറ്റിക്സ് ഉണ്ട്. അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് അനുസരിച്ച് ഓരോ ഗ്രൂപ്പിലും ചേരാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. ഇപ്പം LDF-ൽ ചേരുന്ന ആളെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, പക്ഷെ UDF-ൽ ചേരുന്ന ആളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ BJP കയറുന്ന ആളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ അത് ഭയങ്കര ഹിപ്പോക്രസി അല്ലേ. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവരവരുടെ ഐഡിയോളജി പ്രകാരം ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുക്കാനുള്ള അവകാശമുണ്ട്. പൊതുവേ LDF-ലുള്ള ആൾക്കാരെ അങ്ങനെ ക്രിറ്റിസിസം ചെയ്യുന്നത് കണ്ടിട്ടില്ല. BJP-യിലെ ആൾക്കാരെയാണ് കുറച്ചുകൂടി ക്രിറ്റിസിസം ചെയ്യുന്നത് കണ്ടേക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ
കൂടുതൽ ആൾക്കാർ ഇപ്പം എന്താ പറയാ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും LDF ചായ്വുള്ള ആൾക്കാരായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കമ്മ്യൂണിറ്റിക്ക്? അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവമുള്ള ആൾക്കാരുണ്ടോ? ഉണ്ട്, മെമ്പർഷിപ്പ് അങ്ങനെയല്ല. DTFK വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പോഷക സംഘടനയാണ്. സ്റ്റിൽ അത് ഉണ്ടെങ്കിൽ പോലും അതിൽ കുറച്ചും കൂടെ മെമ്പേഴ്സ് കൂടുതൽ ഉണ്ടാകാം. മേ ബി എനിക്കറിയില്ല കൗണ്ട് എത്രയാണെന്നുള്ളത്. അപ്പം ആക്റ്റീവായിട്ടുള്ള പലരും പൊളിറ്റിക്സ് പറയുമ്പോൾ ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണ് അവർ എന്ന് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചായ്വുള്ളത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന്, ഏതെങ്കിലും നല്ല ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഇപ്പം 10 വർഷം മുന്നേ UDF സർക്കാരാണ് ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവരുന്നത്. പക്ഷേ പിന്നീട് വന്ന 2 സമയത്താണെങ്കിലും കഴിഞ്ഞ 10 വർഷങ്ങളിൽ LDF സർക്കാർ അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മഴവിൽ പദ്ധതി ആയിട്ടാണെങ്കിലും DG സെൽ ആയിട്ടാണെങ്കിലും ജസ്റ്റിസ് ബോർഡ് ആയിട്ടാണെങ്കിലും ഒക്കെ ഇംപ്ലിമെന്റേഷൻ വളരെ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ചെയ്തിട്ടില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. UDF വന്നാലും LDF വന്നു കഴിഞ്ഞാലും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അവർ ചെയ്യും കേട്ടോ. അത് ഒരിക്കലും അതിലൊരു വേർതിരിവോ അതിലൊരു വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ BJPയുടെ കാര്യം അറിയില്ല, കാരണം ഇവിടെ ഇതുവരെ ഭരണത്തിൽ കേരളത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. വന്നു കഴിഞ്ഞാലും അങ്ങനെ എടുത്ത് കളയുന്ന രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കേരളമാണ്. 100% ലിറ്ററസി സാർ കേരള സാറാണ്. കാരണം കേരളത്തിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാ രീതിയിലും പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ പൊളിറ്റിക്കൽ അജണ്ട ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ട്രാൻസ്ജെൻഡർ ചെയ്യുന്നത്, അപ്പോൾ നമ്മളെ പാർട്ടി ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതൊക്കെ ആര് നിലവിൽ വന്നു കഴിഞ്ഞാലും ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ജീവിക്കാനുള്ള, അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു വഴി ഒരുക്കി തരിക. ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബില്ലിന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? പാർഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവരാണ് പലരും. പക്ഷെ പലരും എതിർക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഉണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. അതെന്തുകൊണ്ടാ? അപ്പൊ അതിനകത്തൊരു ഒരുമ ഉണ്ടാവായികയുണ്ട്. അത് റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതായത് ഒരുമ ഇല്ലായ്മ മീൻസ് ഒരുപാട് ഒപ്പീനിയൻസ് ഉള്ള മനുഷ്യന്മാരാണ്, ഒരുപാട് ഐഡിയോളജീസ് ഉള്ള മനുഷ്യന്മാരാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ട് താനും. പക്ഷെ ഇതിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന, അതായത് BJP ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാർഷ്യലി സപ്പോർട്ട് ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിലൊരാളെ കണ്ടത് സെൽഫ് ഐഡൻറ്റിഫിക്കേഷന് എടുത്ത് കളഞ്ഞത് നന്നായി, അതുകൊണ്ട് ഡബിൾ ഗെയിം നടക്കില്ല, ഫാൻസി ഡ്രസ്സ് നടക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പലരും ഈ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പം അവരാഗ്രഹിക്കുന്ന രീതിയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്യൂർ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്, നോൺ ബൈനറി ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പം ഇതിനെ വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ട്രാൻസ്സെക്ഷൽ എന്ന് പറയുമ്പോൾ സർജറി കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സർജറി കഴിഞ്ഞിട്ടുള്ള മനുഷ്യന്മാരെ ട്രാൻസ്സെക്ഷൽ എന്ന് പറഞ്ഞിട്ട് മാറ്റും. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പം സർജറി ഒന്നും ചെയ്യാത്ത മനുഷ്യന്മാരായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നവർ. നോൺ ബൈനറി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം ഇവരെ ഏതിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പലരും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഡബിൾ ഗെയിം കളിക്കുന്നവരുണ്ട്. ചില സമയത്ത് സാരി എടുക്കും, ചില സമയത്ത് ചുരിദാർ ഇടും, ചില സമയത്ത് പാൻറ് ഷർട്ട് ഇടും, ചില സമയത്ത് ആണാണെന്ന് പറയും, ചില സമയത്ത് പെണ്ണാന്ന് പറയും. ചിലപ്പം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഫെമിനൻ ആയിട്ടുള്ള ജെൻഡർ എക്സ്പ്രഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും കമ്മ്യൂണിറ്റിക്കകത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ വേറൊരു അവരുടെ വീടുകളിലും അവരുടെ ബാക്കിയുള്ള സ്പേസിലും ആണായിട്ടാവും ജീവിക്കുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ തിരിച്ചറിയുക? പക്ഷെ അങ്ങനെയുള്ള മനുഷ്യന്മാരെ ട്രാൻസ്ജെൻഡർ അല്ല, അവർ നോൺ ബൈനറി ആയിട്ടുള്ള ഐഡന്റിറ്റിയിലുള്ള മനുഷ്യന്മാരാണ്. നോൺ ബൈനറി എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യന്മാരുണ്ട്, അങ്ങനെയുള്ള ഐഡന്റിറ്റിയുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഐഡന്റിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുമാണ് ഈ ബില്ല് എന്നുള്ളത് മറ്റൊരു കാര്യം കേട്ടോ. അപ്പം ആൾക്കാർ പറയുന്നത് ഈ പറഞ്ഞ പോലെ സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീമെയിൽ ആവുകയും
പിന്നീട് സെക്സ് വർക്ക് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ആണായിട്ട് ജീവിക്കും, അതിൽ നിന്നുള്ള പൈസ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുക്കും എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉള്ളത് ഇല്ലാതാക്കാൻ എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു കാര്യം പറയുന്നതുകൊണ്ട്, ആ ഒരു കാര്യത്തെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് ദി എൻറ്റയർ കമ്മ്യൂണിറ്റിനെ സഫർ ചെയ്യുന്ന രീതിയിലുള്ള ബില്ലിനെ എങ്ങനെയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? അതായത് അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇനി ഒരു മെഡിക്കൽ ബോഡിയുടെ മുന്നിൽ ഞങ്ങൾ തുണി ഊരി കാണിച്ചു കൊടുക്കണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുത്ത്, ഒരു ഗൈനക്കിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട വരുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട വരും. അതായത് ഇപ്പം ഡ്രസ്സ് മാറ്റി കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എന്താണോ രോഗം അതനുസരിച്ച് നമ്മളത് ചെയ്യേണ്ട വരും. അതിപ്പോ ഇത്ര വലിയ കുഴപ്പമാണോ, അതനുസരിച്ച് പോയാൽ പോരെ എന്നുള്ള ഒരു തോട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ എക്സാമിനേഷനിലൂടെ കടന്നു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർ. ഈ ആൾക്കാരൊന്നും പോവാത്തോണ്ടാണ്. ഇപ്പം നിലവിലുള്ള എല്ലാ പ്രൊവിഷൻസും എല്ലാ എന്താ പറയുക കാര്യങ്ങളും ഈസി ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടാണ്. കാരണം അങ്ങനെ കടന്നു പോയ ഒരാളാണ് നമ്മൾ. ഒരു 8 വർഷം മുന്നേ ഗസറ്റിൽ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ട്രാൻസ് വുമണും ട്രാൻസ് മാനും കൂടിയിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇവർ പല ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പേര് ഗസറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം ഇവർ പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്ന്. അപ്പോൾ നമ്മൾ 3 പേരും സർജറി ചെയ്തിട്ടുള്ള ഇവിടെ അല്ല, കേരളത്തിന് പുറത്താണ്, ഒരാൾ ഇന്ത്യക്ക് പുറത്തുമാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എവിടെ പോയിട്ട് നമ്മൾ വാങ്ങിയിട്ട് വരാനാണ്? അന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടെ ആയിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും എന്നറിയാണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പേരുടെ മുന്നിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. വസ്ത്രം അഴിച്ച് കാണിച്ച് എത്ര പേരുടെ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് അവർക്ക് എല്ലാം കാണണം. ജീവിതകഥ പറയണം. ഓരോ ക്യാബിനിലും ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ജീവിതകഥ പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു ഗതികെട്ടൊരവസ്ഥ ഇപ്പം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത്ര ഈസി ആയിട്ട് ഇത് പറയാൻ പറ്റുന്നത്? അതൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ഇപ്പോൾ 2024 ഞാനൊരു ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഇരുന്ന ക്ലർക്കായിട്ടുള്ള മനുഷ്യൻ ചോദിക്കുക, നിങ്ങൾ ട്രാൻസ് ആണെന്ന് വ്യാജേന വന്ന് പറയുന്ന ഒരു സ്ത്രീ ആണെങ്കിലോ, നിങ്ങളെ കണ്ടിട്ട് ട്രാൻസ്ജെൻഡർ ആയിട്ടൊന്നും തോന്നുന്നില്ല, ഒരു ഫീമെയിൽ ആയിട്ടാണ് തോന്നുന്നത്, നിങ്ങൾ സർട്ടിഫിക്കറ്റ്സിലും ഫീമെയിലാണ്, നിങ്ങൾ ഈ റിസർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വ്യാജേന വന്നതാണെന്ന് എനിക്ക് എന്തെത്ര ഉറപ്പ് എന്നൊരു ക്ലർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്ലർക്കിൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഭയങ്കര കഷ്ടപ്പാടാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഓരോ ദിവസവും ഓരോരുത്തരോട് സിസ്റ്റത്തിനോട് ഫൈറ്റ് ചെയ്തിട്ട് അതിജീവിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സർവൈവലിൻ്റെ ഭാഗം തന്നെയാണ്. അത് എത്ര പേർക്ക് അത് അങ്ങനത്തെ ഒരു കറേജ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയേർഡാവും. നമുക്കിതൊക്കെ ഒരു ചില ദിവസങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കിതൊക്കെ ഹിറ്റ് ചെയ്ത് വരും. എത്ര ട്രോമകളിലൂടെയാണ് ഈ ഒരു ട്രാൻസ് പേഴ്സൺ കടന്നു പോകുന്നതെന്ന് അറിയോ? എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പേഴ്സണലി തോന്നി മടുത്ത്. കാരണം ഞാൻ വിചാരിക്കും എവിടെയും, അതായത് നമ്മളെ അത്ഭുതത്തോടു കൂടി നോക്കാത്ത, നമ്മൾ ജീവിതകഥ മൊത്തം പറഞ്ഞ് നമ്മളെ പറയേണ്ട ഗതി വരുത്താത്ത, സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കാനും സ്വാതന്ത്ര്യം അനുഭവിക്കാനും തുറിച്ചുനോട്ടമില്ലാത്ത ഒരു ജീവിതം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊതിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കൊതിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ട്രാൻസ് ആയിട്ടുള്ള മെജോറിറ്റി ആൾക്കാരും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയായിരിക്കും. തുറിച്ചുനോട്ടമില്ലാത്ത, ബുള്ളിയിങ് ഇല്ലാത്ത, ഹറാസ്മെൻറ്റ് ഇല്ലാത്ത, സമാധാനമുള്ള. നമുക്ക് ചെറുപ്പം മുതലേ കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രോമകളാണ്. ബേസിക്കായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് തൊട്ടേ നമ്മളിതിങ്ങനെ ഉള്ളിൽ കിടക്കുകയല്ലേ. ആ കിടക്കുന്നതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എത്ര ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നേ ഇല്ല. അപ്പം അതിൻ്റെ ഇടക്ക് ഇങ്ങനെയും കൂടെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി പ്രശ്നമാക്കി. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് തന്നെയാണ് കേട്ടത്. അപ്പം ഞാൻ വിചാരിച്ച ഈ ബില്ലിന്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. കാരണം ട്രാൻസ്ജെൻഡേഴ്സിന്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഭവം. പക്ഷെ അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഒക്കെ ഞാൻ കണ്ട എന്താന്ന് വെച്ചാൽ അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ള രീതിയിലാണ് കമന്റ് വന്നിരുന്നത്. പക്ഷെ അത് സയന്റിഫിക്കലി കുറച്ച് റീസൺസ് ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത്. അത് എന്തുകൊണ്ട് ആളുകൾ പെട്ടെന്ന് ഈ ഒരു പർട്ടിക്കുലർ ആ ഒരു വിഷയം വന്നപ്പോൾ അത് മിക്സ് ചെയ്തെടുത്താണ്? അല്ല, അത് കൊണ്ടുവന്നത്, അത് ആരാണ് എടുത്ത് വീണ്ടും കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിന് പൂർണ്ണമായി യോജിക്കുന്ന ആളാണ്. അതായത് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുടെ ബ്ലഡിൽ
ഈ പറഞ്ഞ പോലെ ഹോർമോൺ റീപ്ലേസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് അത് ഡൊണേറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഡോണർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ മാക്സിമം നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അത് നമ്മൾ വോളണ്ടറിലി നമ്മൾ ചെന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം ചിലവർക്കൊക്കെ റെഡ് ബ്ലഡ് സെല്ലിന്റെ കൗണ്ട് കൂടിക്കഴിഞ്ഞെന്നാൽ ചിലവർക്ക് കൗണ്ട് കൂടും. ഹോർമോൺസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്മാനിലും കണ്ടിട്ടുണ്ട്, ട്രാൻസ്വുമണിലും കണ്ടിട്ടുണ്ട്. നമുക്ക് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കൂടുന്ന അവസ്ഥ, കൗണ്ടിൽ നോർമലായിട്ടുള്ള കൗണ്ടിൽ നിന്നും കൂടുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് എടുത്തിട്ട് കളയും. നമ്മൾ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് ഒരു 300 രൂപ കൊടുത്തിട്ട് ഇതേ ബ്ലഡ് എടുത്തിട്ട് കളയുക ചെയ്യുക. ഇത്ര ml, ഒരു 300 ml, ഇത്ര ml ബ്ലഡ് എടുത്തിട്ട് കളയുക ചെയ്യുക. ആ ഒരു ബ്ലഡിനെ നോർമലൈസ് ചെയ്യാൻ നോർമലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമ്മൾ ഹോർമോൺസ് എടുക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. അപ്പം അത് ഡൊണേറ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് താഴെ അത് എന്താ അങ്ങനെ പറഞ്ഞു കണ്ട് പൊങ്കായിടാൻ വരുമോയെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ നമ്മൾക്കറിയാം നമ്മൾ എന്താണെന്ന്. അപ്പം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അത് ആൾക്കാർ ബന്ധപ്പെടുത്തി എടുത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. അല്ല, അതാണ് ആളുകൾക്ക് വരുന്ന തെറ്റിദ്ധാരണയാ പറയുന്നത്. കാരണം കമ്മ്യൂണിറ്റീനെ കുറച്ചു പേരാണെങ്കിലും ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ കാണുന്ന ആൾക്കാരുണ്ട്. എത്രയോ ആൾക്കാർ നല്ല രീതിയിൽ ജീവിച്ച് പോകുന്ന ആൾക്കാരുണ്ട്, നല്ല ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റേത് ചീത്ത ജോലിയാന്നല്ല ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ആ കമ്മ്യൂണിറ്റീനെ ഫുള്ളി ആ ഒരു പർട്ടിക്കുലർ ആ ഒരു രീതിയിലേക്ക് കാണുന്ന ആൾക്കാരും ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷെ അതിന് ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇല്ല, കുറവൊന്നും വന്നിട്ടില്ല. ഇല്ല, പണ്ട് പിന്നെ ഒരു അക്സെപ്റ്റൻസ് 2018-19 സമയത്തൊക്കെ എന്തൊരു അടിപൊളി അക്സെപ്റ്റൻസ് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ എന്ത് ക്രൂരമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന. പലരും ഭയങ്കര ക്രൂരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, ഈ പറയുന്ന ഞാൻ വിചാരിച്ച കുറച്ചുകൂടി അക്സെപ്റ്റൻസ് ഇപ്പൊ ഇല്ല. അക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ 2018-19 ഈ എമർജൻസ് ഓഫ് ട്രാൻസ്ജെൻഡർ പോളിസി, ട്രാൻസ്ജെൻഡർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ട്രാൻസ്ജെൻഡർ പോളിസി ഇൻ കേരള ഒക്കെ നടക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റീനെ വളരെ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ ഒരു പുതുജീവൻ നൽകാനൊരു സൊസൈറ്റിക്ക് ശ്രമിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്ക്. സോഷ്യൽ മീഡിയ വിട്ടേക്ക്. സോഷ്യൽ മീഡിയ വിട്ടാലും നമുക്ക് ബാക്കി ആൾക്കാരുടെ ഒരു മനോഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സ്ക്വാഡൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പം. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരെ ഉന്മൂലനം ചെയ്യാൻ ഒരു പ്രത്യേക സ്ക്വാഡ് ഇത് അല്ലാണ്ട് തന്നെ ഒഫീഷ്യലി ഉള്ള സംഭവമൊന്നും അല്ല കേട്ടോ. ഒഫീഷ്യൽസ് നിയമിക്കുകയോ ഗവൺമെന്റ് നിയമിച്ച സ്ക്വാഡൊന്നും അല്ല. അല്ലാതെ ഏതൊക്കെയോ ആൾക്കാർ ട്രാൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്വാഡൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് സമ്മതിക്കുന്നില്ലല്ലോ.